വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 2014 നൊബേൽ സമ്മാനം ലഭിച്ച മലാല യൂസഫ്സായി എന്ന പെൺകുട്ടി പറയുന്നത്, 1 ചൈൽഡ്, 1 ടീച്ചർ, 1 ബുക്ക് ആൻഡ് 1 പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. താലിബാൻ ഭരണകൂടം സ്കൂളിൽ പോകുവാൻ അനുവാദം നൽകാതിരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടിയെടുത്ത് ജീവിതം കരസ്ഥമാക്കിയ മലാല എന്ന പെൺകുട്ടി നമുക്ക് മാതൃകയാണ്. ഭ്രൂണഹത്യയും പെൺകുട്ടികളോടുള്ള അവഗണനയും ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ തഴയപ്പെടേണ്ടവരല്ല, ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ്. ഈ ഉദ്ദേശത്തോടെയാണ് സഭ ഇന്ന് പെൺകുട്ടികളുടെ ഞായർ ആയി ആചരിക്കുന്നത്. ചരിത്രപരമായി തന്നെ ശിശുക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അനീതിക്കും വിവേചനത്തിനും ഇരയാകുന്നവരാണ്. ബാലവേല, ഭ്രൂണഹത്യ, വാണിഭം, സ്ത്രീധന പീഡനം, സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ, ഇങ്ങനെ അവരുടെ ജീവിതം വികൃതമാക്കപ്പെടുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടും ആരോഗ്യം പരിപാലിക്കാനാവാതെയുള്ള ശൈശവവും, എന്തിന് ജീവിതം തന്നെയും നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികൾ അനവധിയാണ്. സ്വന്തം ഭവനത്തിൽ പോലും വിവേചനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഉണ്ട്. പെൺകുട്ടികൾ നേരിടുന്ന പലതരം വിവേചനങ്ങളിൽ ഒന്ന് സംഖ്യാപുസ്തകം 27, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നു. ഇവിടെ പൂർവിക സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ കുടുംബത്തിൽപ്പെട്ട സെലോഫഹാദിൻ്റെ 5 പെൺമക്കൾ സഹോദരന്മാരില്ലാത്ത തങ്ങൾക്ക് അപ്പൻ്റെ അവകാശം സംബന്ധിച്ചുള്ള സംശയം ഉന്നയിക്കുന്നതാണ് സന്ദർഭം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുൻപാകെ വെച്ചു. യഹോവയായി ദൈവം നൽകിയ ആലോചന പ്രകാരം സെലോഫഹാദിന് ആൺമക്കൾ ഇല്ലായികയാൽ അപ്പൻ്റെ സ്വത്തിൽ ഉള്ള അവകാശം പെൺമക്കൾക്കാണ് എന്ന് മോശ പ്രഖ്യാപിക്കുന്നു. 27-ന്റെ 7-ാം വാക്യം. പുരുഷ മേൽക്കോയ്മ നിലനിന്നിരുന്ന ആ കാലത്ത് ആനുകൂല്യങ്ങൾ മുഴുവൻ പുരുഷന്മാർക്കായി ഒതുക്കി നിർത്തിയിരുന്നു. എന്നാൽ പെൺമക്കൾ മാത്രമുള്ള കുടുംബത്തിൽ പിതൃമരണം സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് 5 പെൺമക്കളെ മോശയുടെ അടുക്കൽ എത്തിച്ചത്. പിതൃസ്വത്ത് ആണിനെന്ന നിയമം മാത്രം പരിചിതമായ ആ സമൂഹത്തിൽ ദൈവം അവരുടെ വാദം ന്യായമാണെന്ന് കൽപ്പിക്കുന്നു. അതോടുകൂടി പിതൃസ്വത്ത് പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യമായി പരിഗണിക്കുവാനും തുടങ്ങി. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് 1986 സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായ ഒരു വിധി പ്രസ്താവ്യമാണ്. മേരി റോയി എന്ന വനിത കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ലിംഗ അസമത്വത്തിനെതിരെ, ജെൻഡർ ഇൻഇക്വാലിറ്റി നൽകിയ കേസിൽ ആണ് ഈ വിധി ഉണ്ടായത്. അതായത് പൂർവിക സ്വത്തിൽ പുരുഷന്മാർക്കൊപ്പം തുല്യ അവകാശം സ്ത്രീകൾക്കും ഉണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പെൺകുട്ടികളുടെ ശബ്ദം യഹോവയായ ദൈവം കേട്ടു. എന്നിട്ടും നാമോ സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും തുല്യരല്ലെന്നും അവർ ശാരീരികമായി വ്യത്യസ്തരാണെന്നും അതിനാൽ തുല്യത എന്ന ആശയം തന്നെ തെറ്റാണെന്നും വാദിക്കുന്നവർ ഉണ്ട്. തുല്യത നിർണ്ണയിക്കുവാനുള്ള മാനദണ്ഡം പക്ഷേ അതല്ല. പെണ്ണ് എന്ന കാരണത്താൽ ആണിന് കിട്ടുന്നതിന് തുല്യമായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾ നിഷേധിക്കരുത് എന്നാണ് ആൺ പെൺ തുല്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവേചനം ഇല്ലാതാകുമ്പോൾ മാത്രമേ പെൺകുട്ടികൾ മുഖ്യധാരയിലേക്ക് വന്നു ചേരൂ. സെലോഫഹാദിന് ആൺമക്കൾ ഇല്ലാത്തതാണ് പെൺമക്കൾക്ക് അവകാശം ലഭിക്കാൻ കാരണമായത് എന്ന വാദവും ഉണ്ടാവാം. എന്നാൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകയാൽ
ഇതിനെ ഒരു ദൈവിക ഇടപെടലായി നാം കാണണം. ഒരു കുടുംബത്തിലെ പെൺമക്കളുടെ അവകാശ സംരക്ഷണത്തിനായി യഹോവയായ ദൈവം ഇവിടെ ഇടപെടുകയാണ്. ദൈവരാജ്യം നീതിയുടെ രാജ്യമാണ്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിലെന്നത്രേ. ഗലാത്യർ 3:28. ആൺമക്കളെയും പെൺമക്കളെയും വേർതിരിവോടെ കാണുന്നതും അവഗണിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ അന്തസ്സത്തേക്ക് ചേരുന്നതല്ല. വികസനത്തിൻ്റെ സത്ഫലങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കുമ്പോഴാണ് അത് കെട്ടുറപ്പുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നത്. എല്ലാ തലത്തിലും പുരോഗമിക്കുന്ന ഒരു ലോകത്തിൽ ഒരു വിഭാഗത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അനീതിയാണ്. ഒരു സ്ത്രീ എന്തെങ്കിലുമായി തീരുന്നത് അവൾ കുട്ടിയായിരിക്കുമ്പോൾ കിട്ടുന്ന ശിക്ഷണത്തിലൂടെയാണ്. സ്വന്തം പെൺമക്കളെ സ്നേഹിക്കുവാൻ കഴിയാത്തവർക്ക് കാണപ്പെടാത്ത ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? കർത്താവേ, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് ദൈവരാജ്യത്തിൻ്റെ അന്തസ്സത്തേക്ക് ചേർന്ന വിധത്തിൽ അവരെ വളർച്ചയെടുക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ദൈവ മഹത്വത്തിൽ താൻ വരും